രാവിലെ ഞങ്ങൾ മദ്യം നൽകി എന്നുള്ളൊരു ആരോപണമാണ് ശിവൻകുട്ടി ഉന്നയിച്ചത്. ഉച്ചയായപ്പോൾ ഞങ്ങൾ പാലക്കാട് പണം നൽകി എന്നുള്ളൊരു ആരോപണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഉന്നയിക്കുന്നു. ഇതൊക്കെ ബി.ജെ.പിയെ കേന്ദ്രീകൃതമായിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ CPM-ഉം കോൺഗ്രസും ഇങ്ങനെ മത്സരിച്ച് ഉന്നയിക്കുന്നുവെങ്കിൽ കേരളത്തിലെ സാമാന്യ ജനതയ്ക്ക് കാര്യത്തിന്റെ പോക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇന്ന് ഇവരുടെ രണ്ടുപേരുടെയും ടാർഗറ്റ് ബി.ജെ.പിയാണ്. ബി.ജെ.പിക്കെതിരെ അതാത് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി ബി.ജെ.പിയെ പിന്നോക്കമടിപ്പിക്കാമെന്നുള്ള ഒരു മൂഢവിചാരമാണ്. ഇത് അവരുടെ പരാജയ ഭീതിയിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളാണ്. ഈ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളുകയാണ് ബി.ജെ.പി ചെയ്യുന്നത്. ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. ആ ദൃശ്യങ്ങളെ സംബന്ധിച്ച് ആ ദൃശ്യത്തിലുള്ള അമ്മ തന്നെ വേറൊരു ദൃശ്യം അതോടൊപ്പം തന്നെ അവരുടെ വാക്കുകളും ചാനലുകൾക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ പെൻഷൻ കിട്ടിയ പണമാണ് അവരുടെ കയ്യിലിരിക്കുന്നതെന്നും 5000 രൂപ അവർക്ക് എല്ലാ മാസവും മരുന്ന് വാങ്ങാൻ വേണമെന്നും ആ 5000 രൂപയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ തെണ്ടി നടക്കുകയാണെന്നും ഞാൻ ശോഭാ സുരേന്ദ്രന്റെ ആൾക്കാർ വന്നപ്പോഴും ഞാൻ പൈസ ചോദിച്ചു എന്നും പക്ഷെ അവരെനിക്ക് തന്നില്ല എന്നും എന്റെ കയ്യിലിരിക്കുന്ന പൈസ എനിക്ക് പെൻഷൻ കിട്ടിയ പൈസയാണെന്നും ആ അമ്മ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞു. ഇതിനേക്കാൾ അതിനുവേണ്ടിയുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു വിശദീകരണം തിരുവനന്തപുരത്ത് നിൽക്കുന്ന ബി.ജെ.പിയുടെ ആൾക്കാരോ ബി.ജെ.പിയുടെ പാലക്കാട്ടുള്ള പ്രവർത്തകരോ തരേണ്ട ആവശ്യമില്ല. അത് ആ അമ്മയോട് ചോദിക്കണം. ആ അമ്മയെ നിങ്ങൾ എന്തിനാ പാവപ്പെട്ട നമ്മുടെ പാവപ്പെട്ട അമ്മ എന്തിനാണ് അങ്ങനെ അല്ലല്ല അമ്മ പറഞ്ഞല്ലേ എവിടെ നിന്ന് കിട്ടിയാലും ഒരു അമ്മയൊക്കെ ഇങ്ങനെ നക്കാപ്പിച്ചയൊക്കെ വാങ്ങിച്ച് വോട്ട് ചെയ്യുന്നവരാണ് അതേപോലെ ഒരു അമ്മയെന്നൊക്കെ പറഞ്ഞ് അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്ക് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളെ എതിർക്കാം, പക്ഷെ എന്തിനാ ഈ പാവപ്പെട്ട അമ്മയൊക്കെ ഇങ്ങനെ അപമാനിക്കണം? അതല്ല ഈ നമ്മൾ ചർച്ച ചെയ്ത അമ്മയുടെ കാര്യമുണ്ടല്ലോ, എന്തിനാ പാവപ്പെട്ട ഒരു അമ്മയെ ഇങ്ങനെ ഇതാക്കുന്നത്? ഞാൻ പറഞ്ഞ ഒരു പാവപ്പെട്ട വനിതയെ ഇങ്ങനെ പൈസ വാങ്ങിക്കുന്ന ആളാണ് എന്തിനാണ് മാധ്യമം പ്രത്യേകിച്ച് അങ്ങനെ ചിത്രീകരിക്കുന്നത്? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.